നമസ്കാരം എല്ലാവർക്കും. എൻ്റെ പേര് ക്രിസ് ജോർജ്. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഈ ടാറ്റ ടിയാഗോയുടെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് യുണീക്കായിട്ടുള്ള ഫീച്ചേഴ്സാണ്. അത് സാധാരണ ഒത്തിരി പേർക്ക് അറിയത്തില്ലായിരിക്കും അതിനെക്കുറിച്ചുള്ള ഫീച്ചേഴ്സ്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് ഇന്ന് നമുക്ക് കണ്ടറിയാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ടാറ്റ ടിയാഗോ. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ 2018 ടാറ്റ ടിയാഗോ ആണ്. ഇതിൻ്റെ 30,000 കിലോമീറ്ററിൻ്റെ റിവ്യൂ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഓണർഷിപ്പ് എക്സ്പീരിയൻസ് അതിൽ നിന്ന് എടുക്കാവുന്നതാണ്. ആദ്യമായിട്ട് നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ ഈ ചാവിയാണ്. ഇതിൻ്റെ താക്കോല് കണ്ടോ? ഇതിൻ്റെ പുറത്ത് ഈ കവർ സെപ്പറേറ്റ് ഞാൻ ചെയ്യിപ്പിച്ചാണ്. ഇതിൻ്റെ നോർമൽ ചാവി തണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് കാണുന്ന പോലെ ഇതുപോലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫീച്ചറാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് സാധാരണ നമ്മൾ ലോക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതേണ്ടേ ലോക്ക് ബട്ടൺ ഞെക്കുമ്പോഴത്തേക്ക് അവിടെ നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ ഈ ഒരു ലൈറ്റ് കത്തും. അപ്പോൾ ഇതിനൊരു സൗണ്ടും ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ല. ഇപ്പോൾ നിങ്ങളൊരു സൗണ്ടും അതിന് കണ്ടില്ലല്ലോ. പക്ഷെങ്കിൽ ഏതെങ്കിലും ഒരു ഡോർ നമ്മുടെ അൺലോക്ക്ഡ് ആണെങ്കിൽ ഇതൊരു പ്രത്യേക സൗണ്ട് അറിയിക്കും. അതായത് നമ്മളത് അൺലോക്ക് ആണെന്ന് നമ്മളെ അറിയിക്കാൻ വേണ്ടി ഇതിനൊരു സൗണ്ട് വരും. അതൊന്ന് നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം. ഫ്രണ്ട്സ്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഡോറ് നമ്മളിങ്ങനെ തുറന്ന് വെച്ച് നമ്മൾ അടയ്ക്കാൻ നേരം ശരിക്കും അടഞ്ഞില്ലെന്ന് വിചാരിച്ചോ. ജസ്റ്റ് ഇങ്ങനെ അടഞ്ഞുള്ളൂ, ഫുൾ അടഞ്ഞിട്ടില്ല, പ്രോപ്പറായിട്ട് അടഞ്ഞിട്ടില്ല. ഇനി നമ്മൾ ഈ ചാവി കൊണ്ട് ലോക്ക് ബട്ടൺ അമർത്തുമ്പോൾ കണ്ടോ വണ്ടിയിൽ ഒരു സൗണ്ട് വരുന്നുണ്ട്, ഒരു ഹോൺ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോക്ക് ആയിട്ടില്ല എന്നുള്ളതാണ്. ഫ്രണ്ട്സ്, നമ്മുടെ ടിയാഗോയുടെ അടുത്ത യുണീക്ക് ഫീച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ സെൻട്രൽ ലോക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സാധാരണ വണ്ടികൾക്ക് സെൻട്രൽ ലോക്കിംഗ് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ബട്ടൺ, ഇവിടെ നമുക്കൊരു ബട്ടണായിട്ട് വരും സെൻട്രൽ ലോക്ക് ചെയ്യാനായിട്ടോ, ലോക്ക് ചെയ്യാനോ അൺലോക്ക് ചെയ്യാനോ ഒരു ബട്ടൺ കാണും. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ബട്ടൺ കാണാനായിട്ട് സാധിക്കത്തില്ല ടിയാഗോയ്ക്ക്. അപ്പോൾ നമ്മൾ വിചാരിക്കും സെൻട്രൽ ലോക്കിങ് അഴിക്കാനായിട്ട് ബട്ടൺ ഇല്ല. നമ്മൾ ഇവിടുന്ന് തന്നെ ഈ ലോക്ക് തന്നെ നമുക്ക് ഇങ്ങനെ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യണം. അതൊരു ബുദ്ധിമുട്ടാണല്ലോ എന്ന് നമ്മൾ വിചാരിച്ചു പോകും. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റ ഇതിന് വേറെ ഒരു സിസ്റ്റം കൊടുത്തിട്ടുണ്ട് ഇത് അൺലോക്ക് ചെയ്യാൻ വേണ്ടി. ആ ബട്ടന് പകരം ഇതിൻ്റെ ഒരു സീക്രട്ടായിട്ടൊരു യുണീക്കായിട്ടൊരു സെൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഡോർ ലോക്ക്, നമ്മൾ ഈ ഡോറ് തുറക്കുന്ന ഇവിടെ തന്നെ നമ്മൾ ഒരു ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അൺലോക്കായി. അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് തുറന്നു കഴിഞ്ഞാൽ ഡോറ് തുറക്കാം. അതേസമയം നമ്മൾ ഇത് ലോക്ക് ചെയ്തതിന് ശേഷം നമ്മളിത് ചെറുതായിട്ട് ഒന്ന് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അൺലോക്ക് ആവും. നമുക്ക് കാണാവുന്ന പോലെ തന്നെ അൺലോക്ക്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് ലോക്കായി. ഇവിടെ ഞാൻ ഇത് ഇങ്ങനെ ചെറുതായിട്ട് പൊക്കുമ്പോൾ അൺലോക്കായി. ഫുൾ 4 ഡോർസും സെൻട്രൽ ലോക്കിങ്ങിൻ്റെ അൺലോക്ക് ആവും. അതാണ് ഇതിൻ്റെ ഒരു അടുത്തൊരു യൂണിക് ഫീച്ചർ. അടുത്ത ഒരു യൂണിക് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടിയാഗോയിലുള്ള ടിക്കറ്റ് ഹോൾഡറാണ്. അതായത് ഇത് എല്ലാ വണ്ടിയിലും ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഈ ടിയാഗോയിൽ ടാറ്റ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് തന്നിട്ടുണ്ട്. അതൊരു വളരെ യൂസ്ഫുൾ ആണ്. ഞാൻ പല ലോങ് ഡ്രൈവ്സിൽ നമ്മുടെ ടോൾ ടാക്സ് ഒക്കെ എടുക്കുന്ന ആ ടിക്കറ്റ് അത് സൂക്ഷിക്കാനായിട്ട് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള. അപ്പോൾ അടുത്ത ചില ടോൾ ടിക്കറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് അടുത്തൊരു സ്ഥലത്തും കാണിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. മാത്രമല്ല പാർക്കിംഗ് ടിക്കറ്റ്സ് ഉണ്ടല്ലോ, നമ്മൾ ഈ മോളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉള്ള ടിക്കറ്റ്, അതൊക്കെ പലപ്പോഴും നമ്മൾ കളഞ്ഞു പോയിട്ട് അത് ഫൈൻ അടയ്ക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതൊന്നും വരാതിരിക്കാനായിട്ട് നമുക്കിവിടെ ഒരു ടിക്കറ്റ് ഹോൾഡർ ഉണ്ട്. അതായത് നമുക്ക് ഈ കാണുന്ന ഈ ഗ്ലാസ്സിൽ തന്നെ ഇവിടെ ഒരു സെപ്പറേറ്റ് ഒരു ടിക്കറ്റ് ഹോൾഡർ ഉണ്ട്. ഇതേ നമുക്ക് ടിക്കറ്റ് അല്ലെങ്കിൽ നമ്മൾ ടോൾ ടാക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ നഷ്ടപ്പെടാതിരിക്കാനാണ്. അത് ഒരു വളരെ യൂസ്ഫുൾ ഫീച്ചർ തന്നെയാണ്. ഫ്രണ്ട്സ്, അടുത്തായിട്ടൊരു ഒളിഞ്ഞിരിക്കുന്ന ഒരു ഫീച്ചറുണ്ട് ടിയാഗോയുടെ. അതായത് നമ്മുടെ ക്യാരി ബാഗ് ഒക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ സാധനം വാങ്ങിച്ച് കഴിയുമ്പോൾ ക്യാരി ബാഗ് ഒക്കെ തൂക്കി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണല്ലോ. അല്ലെങ്കിൽ അത് മറിഞ്ഞ് വീഴുകയോ ഒക്കെ ഉള്ള പ്രശ്നം വരാതിരിക്കാനായിട്ട് നമ്മുടെ ടാറ്റ ടിയാഗോയ്ക്കകത്ത് ഇവിടെ ഒരു ക്യാരി ബാഗ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ ഒളിഞ്ഞാണ് ഇരിക്കുന്നത്, നമുക്ക് സാധാരണ കാണത്തില്ല. ഇവിടെ നമ്മളൊരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട ഇത് തുറന്നു വന്നു. ഇതിനി ഒരു ഹുക്കാണ്. നമ്മുടെ ഏത് ക്യാരി ബാഗ്, സഞ്ചി ആണെങ്കിലും ക്യാരി ബാഗ് ആണെങ്കിലും എവിടെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൽ തൂക്കിയിട്ട് കഴിഞ്ഞാൽ അത് മറിഞ്ഞു പോകുമെന്ന് പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല. അപ്പോൾ ഇതൊരു നല്ലൊരു ഫീച്ചർ തന്നെയാണ്. ഇത് അധികം കാണാതിരിക്കാൻ, വൃത്തികേട് വരാതിരിക്കാനായിട്ട് നല്ല രീതിയിൽ തന്നെ അത് ഇതിനകത്ത് ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒളിഞ്ഞ് തന്നെ ആയിരിക്കും. ആവശ്യമില്ലാത്ത സമയത്ത് ഇങ്ങനെ അടച്ചു വെക്കാം, വേണ്ടിയപ്പോൾ ഇതിങ്ങനെ പ്രസ് ചെയ്ത് യൂസ് ചെയ്യാം. ഇതൊരു നല്ല ഫീച്ചർ തന്നെയാണ്. ഫ്രണ്ട്സ്, അടുത്തതായിട്ടൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ നമ്മുടെ ടിയാഗോയിലുള്ളതെന്ന് പറഞ്ഞാൽ വൈപ്പറുമായിട്ട് ബന്ധപ്പെട്ടാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു തോട്ട്ഫുൾ ആയിട്ടൊരു ഫീച്ചർ തന്നെയാണ് നമുക്ക് ടാറ്റ ടിയാഗോയിൽ ഇവിടെ കിട്ടുന്നത്. അതായത് നമ്മുടെ ഫ്രണ്ട് വൈപ്പർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ പുറകോട്ട് നമ്മളിപ്പോൾ റിവേഴ്സ് എടുക്കണമെങ്കിൽ സാധാരണ നമുക്ക് ബാക്കിലെയും വെള്ളം കാരണം അഴുക്കായിട്ടായിരിക്കുമല്ലോ ഇരിക്കുന്നത്. പക്ഷേ നമ്മുടെ ടാറ്റ ടിയാഗോയിൽ ഒരു അടിപൊളി ഫീച്ചർ ഉണ്ട്. അതായത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രണ്ട് വൈപ്പർ ഓടുന്ന സമയത്ത് നമ്മൾ റിവേഴ്സ് ഗിയർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കാണാവുന്ന പോലെ തന്നെ ബാക്കിലെ വൈപ്പർ വേണ്ട ഓണായി കഴിഞ്ഞു. അതാണ് ഇതിൻ്റെ ഒരു വളരെ അടിപൊളി ഫീച്ചറാണ്. നമ്മളൊന്നും തൊട്ടില്ല, ഒരു വൈപ്പർ ഓൺ ആക്കേണ്ട കാര്യമില്ല. ഫ്രണ്ട് വൈപ്പർ ഓൺ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ, അതായത്
സാധാരണ നമ്മൾ ഒരു മഴയത്തായിരിക്കുമല്ലോ ഈ ഫ്രണ്ട് വൈപ്പർ നമ്മൾ ഓൺ ആക്കുന്നത്. അപ്പോൾ മഴ പെയ്ത് കിടക്കുമ്പം വിൻഷീൽഡ് മാത്രമല്ലല്ലോ, നമ്മുടെ ബാക്കിലെ ആ ഗ്ലാസും വളരെ ക്ലിയർ അല്ലായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് വിസിബിലിറ്റിക്ക് പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മുടെ ടാറ്റ ഇതിലൊരു ഫീച്ചർ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഫ്രണ്ടിലെ വൈപ്പർ ഓൺ ആണെങ്കിൽ അതിനോടൊപ്പം തന്നെ നമ്മൾ ഇത് റിവേഴ്സ് ഗിയർ അന്നേരം ഇട്ട് കഴിഞ്ഞാൽ, പുറകോട്ട് എടുക്കാൻ വേണ്ടി ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പുറകിലത്തെ വൈപ്പർ ഓൺ ആവും. അങ്ങനെ നമ്മൾ ക്ലിയർ ആക്കി തരും. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് റിവേഴ്സ് എടുത്ത് പോകാൻ സാധിക്കും. ഫ്രണ്ട്സ്, അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ നമ്മുടെ ടാറ്റ ടിയാഗോയിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചാവി ഇതുപോലെ നമ്മൾ ഊരി ചാവി നമ്മൾ എടുത്തു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പുറത്ത് പോയി സാധനം വാങ്ങിക്കുക, എന്തെങ്കിലും ചെയ്യണം. വണ്ടിക്കകത്ത് ആരെങ്കിലും ഇരിക്കുന്നുണ്ട്, അവർ ബോറടിക്കുക എന്നുള്ള പ്രശ്നം നമുക്ക് ടാറ്റ ടിയാഗോയിലില്ല. കാരണം ചാവി ഊരിയിരിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ പുറത്ത് പോയാൽ തന്നെ ഈ മ്യൂസിക് സിസ്റ്റം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല അടിപൊളി മ്യൂസിക് സിസ്റ്റം ആണല്ലോ. അപ്പോൾ അത് കേട്ടുകൊണ്ട് നല്ല രസിച്ചിരിക്കാനായിട്ട് സാധിക്കും. അതായത് ഇതിനകത്തൊരു നമ്മൾ ഇതിൻ്റെ ബട്ടൺ ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മ്യൂസിക് സിസ്റ്റം ഓൺ ആവുന്നതായിരിക്കും. ചാവി ഇല്ലാതെ തന്നെ മ്യൂസിക് സിസ്റ്റം നമുക്ക് കാണാവുന്ന പോലെ ഇപ്പോൾ ഓണായിരിക്കും. 1 hour മോഡ് എന്ന് എഴുതി കാണിക്കും. അതായത് 1 മണിക്കൂറത്തേക്ക് ചാവി ഇല്ലാതെ ഈ മ്യൂസിക് സിസ്റ്റം ഓടും. അപ്പോൾ അകത്തിരിക്കുന്നവർക്കും വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് പാട്ട് കേൾക്കാം. അങ്ങനെ ഒരു ഫീച്ചർ നമ്മുടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറായിട്ട് തന്നെ കാണാൻ സാധിക്കാം. ഫ്രണ്ട്സ്, അടുത്തതായിട്ടൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ വിൻഡോ തുറക്കുകയും ഇതുപോലെ തന്നെ വിൻഡോ നമ്മൾ തുറക്കുകയും താക്കുകയും ചെയ്യാനായിട്ട് നമുക്ക് സാധാരണ ചാവിയുടെ ആവശ്യമുണ്ടല്ലോ. പക്ഷേ ടിയാഗോയിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ പെട്ടെന്ന് നമ്മളിത് ചാവി ഊരിയെന്ന് വിചാരിച്ചു. പെട്ടെന്ന് നമ്മൾ സാധാരണ ഒരിടത്ത് വണ്ടി നിർത്തുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് കയ്യിൽ ഇങ്ങനെ നമ്മൾ ചാവി ഊരിയെടുക്കും. അപ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത്, നമ്മുടെ വിൻഡോ അടഞ്ഞിട്ടില്ല, ഫോർ എക്സാമ്പിൾ ഈ വിൻഡോ തുറന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് നമ്മൾ പിന്നെയും ചാവി ഇട്ട് വിൻഡോ അടയ്ക്കുകയും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതിനകത്തൊരു ഫീച്ചറുണ്ട്. ഇതിനകത്ത് നമുക്ക് ഈ ചാവി നമ്മുടെ കയ്യിലിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് സുഖമായിട്ട് ഈ വിൻഡോ നമുക്ക് ഇപ്പോൾ കണ്ടോ തുറക്കുകയും അതായത് തന്നെ തിരിച്ചടയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ആ ഫീച്ചർ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഈ ഡ്രൈവർ ഡോറ് തുറക്കാത്തിടത്തോളം കാലമേ അത് വർക്ക് ചെയ്യാത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മളിത് ചാവി എടുത്തതിന് ശേഷം ഈ ഡ്രൈവർ ഡോറ് തുറന്നെന്ന് വെച്ചോ, തുറന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഫീച്ചർ വർക്ക് ചെയ്യത്തില്ല. ഇത് കണ്ടോ, ഇപ്പം നമ്മൾ അത് പൊക്കുകയും താക്കുകയും എത്ര വേണേൽ ശ്രമിച്ചു നോക്കിയോ ചാവി ഇല്ലാതെ ഇനി അത് പൊക്കുകയും താക്കുകയും ചെയ്യാൻ സാധിക്കത്തില്ല. ആ ഒരു സെൻസർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് വളരെ യൂസ്ഫുൾ ഫീച്ചർ തന്നെ ആണ്. അടുത്തതായിട്ട് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറയുന്ന പോലെ ഒരു ഫീച്ചർ നമുക്ക് ടിയാഗോയിൽ കാണാൻ സാധിക്കുന്നത്, ഇതിൻ്റെ ഈ ഇലൂമിനേഷൻ ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ ഇലൂമിനേഷൻ ഇതിനകത്ത് കത്തുന്ന ലൈറ്റും മാത്രമല്ല നമ്മുടെ ഈ മ്യൂസിക് സിസ്റ്റത്തിലും കത്തുന്ന ലൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് കൂടുതൽ വേണോ കുറവ് വേണോ എന്നുള്ളത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതൊരു പാർക്ക് മോഡൽ ഇടുക. ആദ്യം തന്നെ നമ്മൾ ലൈറ്റ് ഇത് പാർക്കിൽ ഒരു സെറ്റ് മുന്നോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിക്കുക, പാർക്ക് ലൈറ്റിലോട്ട് ഓൺ ആക്കുക. അതിനുശേഷം നമ്മുടെ ചാവി നമ്മൾ തിരിച്ച് ഓണിലോട്ടാക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് കാണാം ഒരു സെറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ആ സെറ്റ് ബട്ടനെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇല്യൂന്ന് എഴുതി കാണിക്കുക. അതായത് ഇല്യൂമിനേഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് കണ്ടോ, നമുക്കത് കൂട്ടുകയും ഇതുപോലെ തന്നെ കുറയ്ക്കുകയും ചെയ്യാം. എത്ര ലൈറ്റ് വേണമെന്നുള്ളത് അതനുസരിച്ച് നമ്മുടെ ഇവിടെയും കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ ഇവിടുത്തെ ലൈറ്റ് കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ടി അത്രയും ലൈറ്റ് നമുക്കിവിടെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു നല്ല ഫീച്ചറാണ്. കാരണം രാത്രിയിലൊക്കെ നമ്മൾ ഓടിക്കുമ്പോഴത്തെ പല സമയത്ത് നമുക്ക് ഓവർ ലൈറ്റ് ഒന്നും വേണ്ടാത്തപ്പോൾ നമുക്ക് ഇതുപോലെ ഇതിൻ്റെ ഇല്യൂമിനേഷൻ കൂട്ടുകയും കുറയ്ക്കുകയും നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് മറ്റ് വണ്ടികളുള്ള പോലെ തന്നെ ഇതിൻ്റെ ഇല്യൂമിനേഷൻ നമ്മൾ പാർക്ക് ലൈറ്റ് ഓഫ് ആക്കും. അതായത് പകൽ ഓടിക്കുന്ന സമയത്ത് വളരെ ഇല്യൂമിനേഷൻ കൂടുതലായിരിക്കും. നമ്മൾ പാർക്ക് ലൈറ്റ് ഓൺ ആക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ഇല്യൂമിനേഷൻ ഇതുപോലെ തന്നെ കുറയുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ടാറ്റ ടിയാഗോയുടെ യൂണീക്കായിട്ടുള്ള ഫീച്ചേഴ്സ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വണ്ടി ഒരു മറ്റൊരു വണ്ടികളിൽ നിന്ന് ഒരു സെപ്പറേറ്റ് ഒരു യുണീക്കായിട്ടുള്ള വണ്ടിയാക്കി തീർക്കുന്ന മറ്റ് ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയ ചില യുണീക്ക് ഫീച്ചേഴ്സാണ് നിങ്ങളുടെ മുമ്പ് വെച്ച് ഞാനിപ്പോൾ പറഞ്ഞത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ ടിയാഗോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ്സ് വഴി നിങ്ങൾ മെൻഷൻ ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലുള്ള വീഡിയോസ് മുന്നോട്ട് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ ബെൽ ഐക്കണോടെ ഒന്ന് എനേബിൾ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കും എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് നോക്കിയേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ്, ടാറ്റ ചേട്ടൻ.